Here I am going to discuss the topic corporate veil of Module 1 of our subject corporate regulation. Corporate veil. It is a legal concept that separates the personality of corporation from the personality of its shareholders and protects them from being personally liable for the company's debts and other obligation. So this corporate veil is based on the feature of a company, that is separate legal entity. Company have separate legal existence or identity apart from its members. Company and members are different. So the members of a company are not liable for the acts of the കമ്പനി. അതായത് ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഒരു ഫീച്ചറിൻ്റെ ബേസിസിലാണ്. അതായത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചറിൻ്റെ ബേസിസിലാണ്. വി നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയിൽ പറയുന്നത് ഇതാണ്: കമ്പനി ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ഓർ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനിയുടേതായ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഉണ്ട് എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് വേറെ, കമ്പനി വേറെ. ഓക്കെ, അപ്പം കമ്പനിയുടെ ആക്റ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ ഡെപ്സോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ലിഗേഷൻസോ ഒന്നും ആരെ ബാധിക്കുന്ന കാര്യമല്ല, അതിലെ ഷെയർ ഹോൾഡേഴ്സിനെയോ മെമ്പേഴ്സിനെയോ ബാധിക്കുന്ന കാര്യമേ അല്ല. ബിക്കോസ് കമ്പനി ഹാവ് എ ഡിസ്റ്റിങ്ക്റ്റ് ഓർ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനി വേറെ, മെമ്പേഴ്സ് വേറെ. ഓക്കെ, the effect of this principle is that there is a fictitious veil and not a wall between the company and its members. കമ്പനിക്കും മെമ്പേഴ്സിനും ഇടയ്ക്ക് ഒരു ഭിത്തിയുണ്ട്, പക്ഷെ ആ ഭിത്തി നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ദാറ്റ് സെപ്പറേറ്റ് ദ മെമ്പർ ആൻഡ് ദ കമ്പനി. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർ രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ്, അവർ രണ്ടും രണ്ടാണ്. അതുകൊണ്ട് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കമ്പനിയുടെ ആക്റ്റുകളോ അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ലിഗേഷൻസോ കമ്പനിയുടെ ഡെപ്സോ ആർക്ക് ഒരു പ്രശ്നമാകുന്നില്ല, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രശ്നമാകുന്നതേ ഇല്ല. ഓക്കെ, സോ കോർപ്പറേറ്റ് വെയിൽ ഇറ്റ്സ് എ ലീഗൽ കോൺസെപ്റ്റ് ദാറ്റ് സെപ്പറേറ്റ് ദ പേഴ്സണാലിറ്റി ഓഫ് എ കോർപ്പറേഷൻ. ഓക്കെ, ഒരു കോർപ്പറേഷൻ ഒരു പേഴ്സണാലിറ്റി സെപ്പറേറ്റ് ചെയ്യിക്കുന്നു ഫ്രം ദ പേഴ്സണാലിറ്റി ഓഫ് എ ഷെയർ ഹോൾഡേഴ്സ്. ദാറ്റ് ഈസ് കമ്പനി ഈസ് ഡിഫറെൻറ്റ് ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് protect the shareholders from being personally liable for the company's debts and other obligations. Protect the shareholders from being personally liable for the company's debts and other obligation. നെക്സ്റ്റ്, അതായത് കമ്പനിയുടെ ഡെപ്സോ ഒബ്ലിഗേഷൻസോ ഒന്നും തന്നെ ആരെ അഫക്റ്റ് ചെയ്യുന്നില്ല, ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് കമ്പനി ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആൻഡ് മെമ്പേഴ്സ് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. രണ്ടും രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. If the court feels that such veil has been used for any wrongful purpose, the court lifts the corporate veil and makes the individual liable for such acts which they should not have done or doing in the name of the company. അതായത് ലിഫ്റ്റിംഗ് ഓഫ് പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോടതിക്ക് ഫീൽ ചെയ്യാണ് ഏതെങ്കിലും കമ്പനിയുടെ ഈ ഒരു കോൺസെപ്റ്റ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ മറവിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു പർദ്ദ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ആ ഒരു പർദ്ദ ഉപയോഗിച്ച് അതിൻ്റെ മറവിൽ എന്തെങ്കിലും റോങ്ഫുൾ ആക്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് പേഴ്സണലി ഉണ്ടാക്കുന്നെന്ന് കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ദെൻ ദ കോർട്ട് ഇഗ്നോർ ദിസ് കോർപ്പറേറ്റ് വെയിൽ ഓർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന ആ ഫീച്ചർ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് തന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ട് മേക്സ് ദ ഇൻഡിവിജ്വൽ, ഏത് ഇൻഡിവിജ്വലാണോ ആ റോങ്ഫുൾ ആക്ട് ചെയ്തത് ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ തന്നെ ആ ആക്ടിന് ലയബിളാക്കും. ഹീ ഷുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ റോങ്ഫുൾ പർപ്പസ് ഓർ റോങ്ഫുൾ ആക്ട്. Okay, if the court feels that such veil has been used for any wrongful purpose, കോടതിക്ക് ഫീൽ ചെയ്യാണ് ഈ കോർപ്പറേറ്റ് വെയിൽ അല്ലെങ്കിൽ ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു റോങ്ഫുൾ പർപ്പസിന് വേണ്ടിയിട്ട്
കമ്പനിയുടെ മറവിൽ ഷെയർ ഹോൾഡർ ഉപയോഗിച്ചെന്ന് കോടതിക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദെൻ ദ കോർട്ട് ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വെയിൽ. ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഈ ഒരു ഷീൽഡ്, ഈ പ്രൊട്ടക്റ്റീവ് കവർ കോടതി എടുത്ത് മാറ്റും. ആൻഡ് മേക്സ് ദ ഇൻഡിവിജ്വൽ ലയബിൾ ഫോർ സച്ച് ആക്ട് വിച്ച് ദേ ഷുഡ് നോട്ട് ഹാവ് ഡൺ ഓർ ഡൂയിങ് ഇൻ ദ നെയിം ഓഫ് കമ്പനി. എന്നിട്ട് ആ ഇൻഡിവിജ്വലിനെ തന്നെ എന്താക്കും, റെസ്പോൺസിബിൾ ആക്കും അല്ലെങ്കിൽ ലയബിൾ ആക്കും. എന്ത് റോങ്ഫുൾ ആക്ട് ആണോ അദ്ദേഹം ആ കമ്പനിയിൽ ചെയ്തത്, ആ പർപ്പസിന് അല്ലെങ്കിൽ ആ ആക്ടിന് ആരെ തന്നെ ലയബിൾ ആക്കും, ആ പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ തന്നെ ലയബിൾ ആക്കും. ദാറ്റ് ഈസ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. Statutory circumstances for lifting the corporate veil. But there are so many grounds on which the corporate veil is lifted. The circumstances or grounds are classified into two. One is statutory and other is judiciary. The statutory circumstances for lifting the corporate veil are: first, reduction in membership. If the minimum number of members in a public company is less than 7 and for a private company if it is less than 2, then the corporate veil is lifted. അതായത് ഒരു പബ്ലിക് കമ്പനിയിൽ മിനിമം മെമ്പേഴ്സ് എന്ന് പറയുന്ന 7 മെമ്പേഴ്സിൽ താഴെ വരികയാണെങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ച് അത് 2 മെമ്പേഴ്സ് എന്ന് പറയുന്നതിൽ 2 മെമ്പേഴ്സാണ് മിനിമം വേണ്ടത്, അതിൽ താഴെ ആവുകയാണെങ്കിലോ then the corporate veil is lifted. അപ്പം for a public company if the minimum number of members is less than 7 and for a private company if it is less than 2, then the corporate veil is lifted. Failure to refund application money. If the company failed to refund the application money to the unsuccessful applicants, then the corporate veil is lifted. Unsuccessful applicants, അതായത് കമ്പനിയിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരെന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യും, അയക്കും. അതിൽ എല്ലാവർക്കും കമ്പനി എന്ത് ചെയ്യണം എന്നില്ല, ഷെയർ അലോട്ട് ചെയ്യണം എന്നില്ല. അപ്പം അലോട്ട് ചെയ്യാത്ത വ്യക്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അൺസക്സസ്ഫുൾ ആപ്ലിക്കൻസ് എന്ന് വിളിക്കുന്നത്. അതായത് അവർ ഷെയറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, ഷെയർ ആപ്ലിക്കേഷൻ മണി കൊടുത്തു, പക്ഷേ കമ്പനിയുടെ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർ അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കൻസിനെയാണ് അൺസക്സസ്ഫുൾ ആപ്ലിക്കൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ കമ്പനി ചെയ്തിട്ടില്ല എങ്കിൽ ദെൻ ദ കോർപ്പറേറ്റ് വെയിൽ ഈസ് ലിഫ്റ്റഡ്. If the company failed to refund the application money to unsuccessful applicants, then the corporate veil is lifted. Misdescription of company's name. If the company's name is not properly described in a document, അതായത് കമ്പനി ഏതെങ്കിലും ഡോക്യുമെൻറ്റ് സൈൻ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് അവിടെ കമ്പനിയുടെ നെയിം പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, സീലിലൊന്നും പ്രോപ്പറായിട്ട് വന്നിട്ടില്ല എങ്കിൽ then the corporate veil is lifted. Misrepresentation in prospectus. If the company or if the promoters or directors of a company makes any misrepresentation in the prospectus, then the promoters or directors are responsible for that particular misrepresentation. അതായത് കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സോ എന്തെങ്കിലും മിസ്റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തിരിമറികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ്, ആരാണോ ആ തിരിമറി അല്ലെങ്കിൽ ആ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തത് ആ വ്യക്തികൾക്ക് തന്നെയായിരിക്കും. അതിപ്പോൾ പ്രൊമോട്ടറാകാം, ഡയറക്ടറാകാം, ആര് വേണമെങ്കിലും ആകാം. ഓക്കെ. Fraudulent conduct. In case the company is carried on with an intent to defraud the creditors, then the court may lift the corporate veil. അതായത് ഡിഫ്രോഡ് ദ ക്രെഡിറ്റേഴ്സിനെ ചതിക്കാൻ, അതായത് ക്രെഡിറ്റേഴ്സിനെതിരെ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ ഇല്ലീഗൽ വേ ടു ഒബ്റ്റെയിൻ മണി, അതായത് എന്തെങ്കിലും ഇല്ലീഗലായിട്ട് ചെയ്തിട്ട് അവരുടെ നിന്ന് പണം പിടുങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അവരെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ then also the court may lift the corporate veil. In case the company or any directors or promoters their intention is to defraud the creditors, then the court may lift the corporate veil. Next, circumstances to lift the corporate veil through judicial interpretation. What are the judicial circumstances for lifting the corporate veil? Protection of revenue. If the sole purpose for which the company was formed is to evade tax, the court will lift the corporate veil and make the individuals liable.
അതായത് ഇപ്പം ഒരു കമ്പനി ഫോം ചെയ്തതിൻ്റെ ഉദ്ദേശം തന്നെ അവർക്ക് ആ കമ്പനിയുടെ മറവിൽ ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ ടാക്സ് തട്ടിക്കുക എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ then also the corporate veil is lifted. Next is prevention of fraud or improper conduct. If company has been formed for any fraudulent or unlawful purpose, കമ്പനി ഫോം ചെയ്തേക്കുന്നത് എന്തെങ്കിലും ഫ്രോഡുലൻറ്റ് അല്ലെങ്കിൽ അൺലോഫുൾ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ then also the corporate veil is lifted. Determination of character of company. Here the court will examine the character of person in real control of the corporate affairs. അതായത് ഇതിൻ്റെ ഒരു കമ്പനിയുടെ റിയൽ കൺട്രോൾ അല്ലെങ്കിൽ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, റിയൽ കൺട്രോൾ ആരാണ് ആ കമ്പനിയുടെ എന്ന് ആര് ചെക്ക് ചെയ്യും? കോടതി ചെക്ക് ചെയ്യും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഏലിയൻ എനിമീസൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ രാജ്യത്ത് വന്നിട്ട് അവരായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ മെയിൻ റിയൽ കൺട്രോൾ എന്ന് വന്നാൽ ആ ഒരു സർക്കംസ്റ്റാൻസിൽ ദ കോർട്ട് വിൽ ലിഫ്റ്റ് ദ കോർപ്പറേറ്റ് വിൽ. Next, Table A. Table A is the form for the Memorandum of Association of a company limited by share. അപ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ പ്രിപ്പയർ ചെയ്യേണ്ട അവരുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യേണ്ട ഫോമാണ് ഏത്? ടേബിൾ എ എന്ന് പറയുന്നത്. ഓക്കെ.